ഈ അടുത്ത കാലത്തായി തമിഴ് സിനിമ ഒന്നടങ്കം രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുകയാണ്. കമൽഹാസനും ഖുശ്ബുവും വിജയുമൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എങ്കിലും സിനിമയിൽ എന്ന പോലെ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞവരുമില്ല എന്നതാണ് മറ്റൊരു സത്യം. ഫാൻസിനെ മുൻനിർത്തി വോട്ട് പിടിക്കാമെന്ന് കരുതി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്ക് പലപ്പോഴും ഉള്ള ഫാൻസ് കൂടെ ഇല്ലാതാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സാധാരണയായി കാണുന്നത്. എങ്കിലും എംജിആറും ജയലളിതയും പോലെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് തമിഴ്നാട്ടിൽ ഒരു കുറവുമില്ല. ഈയടുത്ത് അങ്ങനെ ഇറങ്ങിത്തിരിച്ചതിൽ പ്രമുഖനാണ് ഇളയ ദളപതി വിജയ്. തന്റെ ആരാധകരെ മുൻനിർത്തി വോട്ട് പ്രതീക്ഷിച്ചാണ് വിജയും പുതിയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. സിനിമ മൊത്തമായി ഉപേക്ഷിച്ചുള്ള വിജയുടെ നീക്കവും സ്റ്റേറ്റ്മെന്റുകളും പലർക്കും ദഹിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ജയലളിതയ്ക്കും എംജിആറിനും ശേഷം വിജയ് ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിയാവുമെന്നും കണക്കുകൂട്ടുന്നവരേറെയാണ്. അതിനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് വിജയ് ഇപ്പോൾ. എന്നാൽ വിജയുടെ ആഹ്വാനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ തമിഴ് സിനിമയിൽ നിന്നുണ്ടായിരിക്കുന്നത്. നടി മീന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. തമിഴ്നാട്ടിൽ എന്ന പോലെ മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മീന. നെഞ്ചങ്ങൾ എന്ന തമിഴ് സിനിമയിൽ ബാലനടിയായി അഭിനയിച്ചാണ് മീന തന്റെ ചലച്ചിത്ര ജീവിതം തുടങ്ങിയത്. പിന്നീട് യജമാൻ, എൻ രാജാവിൻ മനസ്സിലെ, മുത്തു തുടങ്ങിയ ഹിറ്റുകളിലൂടെ അവർ മുൻനിര താരപദവിയിലേക്ക് ഉയർന്നു. രജനികാന്ത്, കമൽഹാസൻ, അജിത് തുടങ്ങിയവരുടെയൊക്കെ നായികയായി. മലയാളം, തെലുങ്ക്, കന്നഡ സിനിമകളിലും ഒട്ടേറെ ഹിറ്റുകൾ അവർ സ്വന്തമാക്കി. മലയാളത്തിൽ മോഹൻലാൽ മീന ഹിറ്റ് ജോഡിയായാണ് അറിയപ്പെടുന്നത്. മോഹൻലാലിനൊപ്പം അന്നും ഇന്നും ഇത്രയും പെർഫെക്റ്റ് മാച്ചുള്ള മറ്റൊരു നടിയില്ല എന്നതാണ് മീനയെ മലയാളികൾക്കിടയിൽ പ്രിയങ്കരിയാക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, മുകേഷ്, ശ്രീനിവാസൻ തുടങ്ങി മുൻനിര നായകന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരങ്ങളും മലയാളത്തിൽ മീനയെ തേടിയെത്തി. എങ്കിലും തമിഴും തെലുങ്കുമായിരുന്നു മീനയ്ക്ക് അവസരങ്ങൾ കൂടുതൽ നൽകിയത്. തമിഴ് സിനിമയായ മുത്തു ജപ്പാനിൽ പ്രദർശന വിജയം നേടിയതോടുകൂടി മീനയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തിയും ലഭിച്ചു. ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടി BJPയിൽ പ്രവേശിച്ചേക്കുമെന്ന ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. ഉപരാഷ്ട്രപതിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് മീന ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നു. ആത്മവിശ്വാസത്തോടെ ഭാവിയെ നയിക്കാൻ താങ്കളിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ സഹായിക്കുമെന്നാണ് കൂടിക്കാഴ്ചയെക്കുറിച്ച് മീന പറഞ്ഞത്. ഇതോടെയാണ് മീന രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹം ശക്തമാകുന്നത്. BJP പ്രവേശനം സാധ്യമായാൽ മീനയ്ക്ക് ഉയർന്ന ചുമതല നൽകിയേക്കുമെന്നും അനൌദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വർഷം ആദ്യം ഡൽഹിയിൽ കേന്ദ്രമന്ത്രി L മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച പൊങ്കലാഘോഷത്തിലും മീന പങ്കെടുത്തിരുന്നു. ഇതോടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള മീനയുടെ താല്പര്യം സംബന്ധിച്ച പ്രചരണം ആദ്യം ആരംഭിക്കുന്നത്. ചില BJP നേതാക്കളുമായും മീന കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുറപ്പിച്ച സാഹചര്യത്തിൽ പ്രമുഖ നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള BJPയുടെ നീക്കമാണിത്. അതിന്റെ ഭാഗമായിട്ടാണ് മീന കളത്തിലിറങ്ങുന്നതും. അഭ്യൂഹങ്ങളോട് മീന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ BJP ഭാരവാഹികളുടെ പട്ടിക ഉടൻ പുറത്തുവരാനിരിക്കുകയാണ്. അതിൽ മീനയ്ക്കും നേരത്തെ തന്നെ BJPയിൽ ചേർന്ന നടി ഖുശ്ബുവിനും സുപ്രധാന ചുമതലകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. വിവിധ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായ ടെലിവിഷനിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം ഇപ്പോൾ. മോഹൻലാലും മീനയും വീണ്ടും ഒന്നിക്കുന്ന ദൃശ്യം 3യുടെ ചിത്രീകരണം തുടങ്ങാനിരിക്കുകയാണ്. ദൃശ്യം 3 പുറത്തിറങ്ങുന്നതിന് മുൻപ് മീനയുടെ BJP പ്രവേശനം ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് വരെ മീനയെ പരിഗണിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും വിജയുടെ രാഷ്ട്രീയ പ്രവേശന സമയത്ത് തന്നെ മീനയെ ഇറക്കാനുള്ള BJP നീക്കം നൽകുന്ന സൂചനകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വിജയ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളായിരുന്നു BJPക്കെതിരെ നടത്തിയത്. ആ സാഹചര്യത്തിൽ സിനിമയിൽ നിന്ന് തന്നെ ഒരു രാഷ്ട്രീയ പോരിനുള്ള സാധ്യതകൾ തമിഴ്നാട്ടിലേറെയാണ്. മീന ഔദ്യോഗികമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ വിജയുടെ രാഷ്ട്രീയ ഭാവി എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വിജയ് പൂർണ്ണമായി സിനിമ വിടുന്നതിനാൽ ഫാൻസ് അത്ര സംതൃപ്തരല്ല. അതേ ഫാൻസിനെ മുൻനിർത്തിയാണ് വിജയ് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നതും. അതുകൊണ്ട് തന്നെ വിജയുടെ രാഷ്ട്രീയ ഭാവി എന്താവുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.